ഫേസിന് എക്സ്പ്രഷൻ വരണം. ആൻഡ് ബോഡി ലാംഗ്വേജ് കാണുമ്പോ തന്നെ ചില മൂവ്സ് ഒക്കെ ചിലപ്പം കംപ്ലീറ്റ് ബാക്ക് ഓഡിയൻസിനെ ബാക്ക് കാണിച്ചിട്ടായിരിക്കും. അതെനിക്ക് തോന്നുന്നു വേറെ ഒരു സ്റ്റൈലിലും അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ടോട്ടൽ ഫ്രീഡം ആണ് ആർട്ടിസ്റ്റിന് കൊടുത്തേക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ബോഡി യൂസ് ചെയ്യാം അവരുടെ ഇമോഷൻസ് പറയാനോ അല്ലെങ്കിൽ തീംസ് കൺവേ ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഡ്യൂറേഷൻ എത്രയായിരിക്കും ഈ ഒരു ഡാൻസ്, ഈ പെർഫോമൻസ്? ഒരു ഈ ഭരതനാട്യമൊക്കെ പോലെ ഇതിന് ഇത്ര ഇത് അങ്ങനെയുണ്ടോ? ഇതിന്റെ ടൈം പാറ്റേൺ ഇതിൽ ആക്ച്വലി ഇല്ല. ഇതിൽ ആർട്ടിസ്റ്റിന് എത്ര നേരം എടുക്കണോ ഈ ഒരു പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം പറയാനായിട്ട് എത്ര ടൈം എടുക്കുന്നോ അത്രയും എടുക്കാവുന്നതാണ്. സ്റ്റോറി വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പം ടീനേജ് ഗ്രൂപ്പിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവര് എൻവയൺമെന്റിനെ ബേസ് ചെയ്തിട്ട് അവര് തന്നെ കൊണ്ടുവരുന്ന ഒരു തീം എടുത്തു. അതായത് ഇരുതല പക്ഷി എന്ന് പറഞ്ഞ ഒരു നെടുമുടി വേണുവിന്റെ ഒരു സോങ് എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ അവര് എൻവയൺമെന്റിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്, അപ്പൊ ഒരു ബേർഡ്സിന്റെ സ്ട്രഗിള്, അങ്ങനെ പിന്നെ മനുഷ്യന്റെ എന്താ പറയാ ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ മാൻ, അതെല്ലാം അവർ ആ ഒരു പീസിലൂടെ കാണിച്ചു. അതൊരു സോങ്ങിൽ ഒതുക്കി. പക്ഷെ ഇപ്പൊ ഞാൻ ഹൗസ് വൈഫ്സിനെ എടുത്ത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചിലവര് അവര് അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഫ്രം ദ മിത്തോളജി ലൈക്ക് ദ്രൗപദി, ലൈക്ക് സീത, അങ്ങനെ എടുത്ത് അതിൽ വർക്ക് ചെയ്ത സ്ത്രീകളുണ്ട്. ചിലവർ അതിൽ ഒട്ടും പ്രൊഫഷണൽ ട്രെയിനിങ് ഇല്ലാത്തവരാണ്. നോൺ ഡാൻസേഴ്സ്. കുഞ്ഞിലൊന്നും ഡാൻസ് പഠിച്ചിട്ടില്ല, പെട്ടെന്ന് ഈ ഒരു കേട്ടപ്പം സന്തോഷം തോന്നി ഡാൻസിന് ജോയിൻ ചെയ്തവരുണ്ട്. എല്ലാവർക്കും ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റിലാണ് വന്നത്. അതെ, പിന്നെ ചിലർക്കൊരു ചേഞ്ച് വേണമായിരുന്നു. ബിസി വർക്കിംഗ് ഷെഡ്യൂൾ, വീട്ടിലെ കുറെ ടെൻഷൻസും പ്രഷേഴ്സും വന്നപ്പോ ഒരു ചേഞ്ചിന് വേണ്ടി ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ നല്ല ഫ്രീഡം ആണ്. ബിക്കോസ് ബോഡിക്ക് നല്ലൊരു എക്സസൈസും ആവുന്നുണ്ട്. അതോടുകൂടി തന്നെ അവർക്ക് അവരുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ പെർഫോമൻസ് ലെബന്റെ നിങ്ങൾ പെർഫോം ചെയ്യാൻ സ്റ്റേജ് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇപ്പോ നമ്മൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സ്റ്റേജ് അറേഞ്ച് ചെയ്യാം. ബിക്കോസ് എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ചിലപ്പോ ഇത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അത് സ്പെഷ്യലി ഇപ്പൊ കേരളത്തിൽ ഇത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത് യൂഷ്വലി ഇവിടെ കണ്ടിരിക്കുന്നത് സിനിമാറ്റിക്, അല്ലെങ്കിൽ ഒരു ബോളിവുഡ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ലൈക്ക് സാൽസ, പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോംസ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ മൂവ്മെന്റ് യൂസ് ചെയ്ത് ഉള്ള പീസസ് കാണുമ്പോൾ ചിലർക്ക് അത് ഇതെന്താണെന്നുള്ളൊരു ഡൗട്ട് വരും. പക്ഷെ ഇപ്പൊ കൊച്ചി ഒരുപാട് മാറിയിട്ടുണ്ട്. കേരളത്തിൽ കുറെ ചേഞ്ചസ് വരുന്നുണ്ട്. ട്രിവാൻഡ്രം അവിടെ ഇവിടെ എല്ലാം മോഡേൺ ഡാൻസിന്റെ പീസസ് അരങ്ങേറുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ഇഷ്ടമുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ പെർഫോമൻസ് വെക്കാറുണ്ട്. ബേസിക്കലി ഞങ്ങൾ ഇത് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ആർട്ട് ഫോം ജസ്റ്റ് ഷെയർ വിത്ത് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസ്. ലെബാൻ പഠിക്കണമെങ്കിൽ അതിന് മുമ്പ് വാമപ്പ് വേണം, യോഗ വേണം, മസ്റ്റ് 30 മിനിറ്റ്സ് ഞാൻ എന്തായാലും കമ്പൽസറി ആയിട്ട് എന്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആവും. ബോഡി ഫ്ലെക്സിബിൾ ആവും. ബേസിക്കലി സ്ട്രെച്ചസ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തുള്ള ലെവലിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലരും ടെൻഷനോടുകൂടി ആയിരിക്കും വരുന്നത്. അപ്പം നെക്ക് മസിൽസും എല്ലാം ടെൻസ്ഡ് ആയിരിക്കും. ഇവിടെ വന്ന് നമ്മൾ ബ്രീതിങ് തന്നെ നോർമലാക്കി അവരെ റിലാക്സ് ചെയ്യിപ്പിച്ച് പിന്നെ നമ്മൾ ബോണസ് കൊടുക്കും. ഓരോ ലെവല് കൂടുന്തോറും അതിന്റെ ഞാൻ ലെവല് കൂട്ടി ആദ്യമേ ചെറിയ ടൈപ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 60+60-50 ഇയർ ഓൾസ് എല്ലാരും വരാറുണ്ട്. അപ്പൊ അവർക്ക് സഡൻലി ഞാൻ ഒരു ജമ്പിങ് ഒരു എക്സസൈസ് കൊടുത്താൽ ഡാൻസിനെ പറ്റി ഒരു അറിവില്ലാത്തവർക്കാകുമ്പോ അത് പിന്നെ അവർക്കും ഒരു ഇൻഹിബിഷൻ ആയിരിക്കും. ആദ്യമേ തന്നെ ടീച്ചർ ഇങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. സോ സ്ലോ ആൻഡ് സ്റ്റഡി ഐ മേക്ക് ദം കംഫർട്ടബിൾ. ഒരിക്കലും പറയില്ല ഒരു ടീച്ചറാണ് അല്ലെ, അതാണ് പ്രശ്നം. ഓൾ മൈ സ്റ്റുഡൻസ് ആർ വെരി ഫ്രണ്ട്ലി വിത്ത് മീ. ഓക്കെ. അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒക്കെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്താണ് ഈ ലെബാൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ വാമപ്പ് എന്താണെന്നും അതിന്റെ കുറച്ചൊരു സ്റ്റെപ്പ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. വാമപ്പ് ബേസിക്കലി നമ്മൾ യോഗയുടെ പോസ്റ്റേഴ്സ് എടുക്കാറുണ്ട്. പിന്നെ ബേസിക്കലി ഡാൻസിൽ ചെയ്യുന്ന സ്ട്രെച്ചസ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മളിപ്പം ഐഡിയ കൺവേ ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു 2-3 സ്റ്റെപ്സ് കാണിക്കാം. അതായത് പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് കാണിച്ചു. ഇതിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് മൂവ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് കാണിക്കണമെങ്കിൽ, അതായത് ഒരു സ്ട്രഗിൾ ഒരു സംതിങ് കാണിക്കുകയാണെങ്കിൽ
വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ആർട്ട് ഫോം തന്നെയാണ് ലെബാൻ അല്ലെ. ഈ യോഗ, പ്ലേ, സ്വാമിങ് ആൻഡ് ഡാൻസ് സ്റ്റെപ്സ് എല്ലാം നമ്മളിലുള്ള എന്താ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കും. ഓക്കെ, സുശീലയ്ക്ക് കൂടുതലും എങ്ങനത്തെ ടൈപ്പാണ് ആൾക്കാര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഡാൻസ് പഠിക്കാനായിട്ട് എങ്ങനെയുള്ള ആൾക്കാരാണ് ആദ്യം വരാറ്? രണ്ട് ടൈപ്പ് വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസേഴ്സ് വരാറുണ്ട്, പിന്നെ കുറച്ച് ക്ലാസിക്കൽ ബേസ് ഉള്ളവർ വരാറുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ ആണ്. പക്ഷെ അത് വേറെ ഒരു ലെവലിലേക്ക് പോകും. കാര്യം അവർ ഓൾറെഡി അവരുടെ ബോഡിയിൽ ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വേണം ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. അതെ, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് പോസിബിൾ. പക്ഷെ ഇതുവരെ ട്രെയിനിങ് കിട്ടാത്തവരെ പഠിപ്പിക്കാനും അതിന്റേതായിട്ടുള്ള ഒരു ടെൻഷൻസ് അല്ല. എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിയർ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസ് അല്ല, അവരുടെ ബോഡി ലാംഗ്വേജ് നല്ല റോ ആയിരിക്കും. അത് ഇതുവരെ ആരും മോൾഡ് ചെയ്തതായിരിക്കില്ല. സോ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു മോൾഡ് ദം ഇൻ ടു എ പാറ്റേൺ. അവർക്ക് പെട്ടെന്ന് അവര് പിക്ക് ചെയ്യാനും അവർക്ക് ഈസിയർ ആയിരിക്കും. കാരണം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു റിജിഡിറ്റി ഇല്ല. സോ ദേ ആർ മോർ ഫ്ലെക്സിബിൾ. ബട്ട് ദ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഹാവ് എ ഫൈൻ ബോഡി ലാംഗ്വേജ്. അവർക്ക് അവരുടെ മനസ്സിൽ തറവായിട്ട് കുറച്ച് മൂവ്മെന്റ്സ് എല്ലാം കിടക്കും. അപ്പൊ അതിന് വേറൊരു ലുക്ക് വരും, സ്റ്റൈൽ വരും, ബോഡി പോസ്റ്റേഴ്സ് നീറ്റ് ആയിരിക്കും. ഏജ് ലിമിറ്റ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രാം വയസ്സ് മുതലാണ്? 12 years. തീരെ കുഞ്ഞു കുട്ടികളെ പഠിക്കില്ല. കാര്യം ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞു, സീരിയസ് ആയിട്ടുള്ള തീംസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്കത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഈ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു തിയേറ്റർ ഗ്രൂപ്പിലും കൂടി ഇൻവോൾവ് ആണ്. മാജിക് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ തിയേറ്റർ ഗ്രൂപ്പ് ഫോർ ചിൽഡ്രൻ. ഇപ്പൊ ഞങ്ങള് ഒരു പ്ലേ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു JT പാക്കില്, കണ്ണാടി എന്ന് പറഞ്ഞിട്ട് മലയാളം പ്ലേ. ഇവിടെ അമാരയിലായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ്, ഒരു സമ്മർ വെക്കേഷൻ കോഴ്സ് പോലെ. പിന്നെ ഇപ്പൊ ഞങ്ങൾ കറന്റ്ലി ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കലാണ് ചെയ്യുന്നത്. അതിൽ 100ഓളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് സ്കൂൾസ് ഇൻ കൊച്ചിൻ. ഇപ്പം സുശീലയെ പരിചയപ്പെട്ടപ്പം എനിക്ക് മനസ്സിലായി മലയാളിയല്ലെന്ന്. പക്ഷെ കേൾക്കുന്ന ആർക്കും ഇതുവരെ മനസ്സിലായി കാണൂല. ഒരു കൊങ്കിണിയാണ്, എന്തിലും മലയാളം നല്ലോണം അറിയാം. മലയാളികളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കൂട്ട്. അതെ, പഠിച്ചു വളർന്നത് ഇവിടെ ആയതുകൊണ്ട് മലയാളം നമുക്ക് അത് പഠിക്കാൻ പറ്റി. കേരള ഇഷ്ടമായി. വളരെയേറെ പേർ കല്യാണശേഷം അല്ലെങ്കിൽ വിവാഹ ജീവിതം നയിക്കുന്നവർ വളരെ മടി പിടിച്ച് വീട്ടിലിരിക്കാറുണ്ട്. സുശീലയെ കണ്ടില്ലേ, വളരെ എനർജറ്റിക് ആയിട്ട് വിവാഹശേഷവും ഡാൻസ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പം മടി പിടിച്ചിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇനി ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. നല്ല ഡാൻസ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാനും നമ്മുടെ സുശീല പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നമുക്ക് സുശീലയ്ക്ക് നേരാം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇപ്പൊ നീ എന്റെ ക്ലാസ്